നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ആദിത്തമ്പുരാനെ കിട്ടി കിട്ടി ആദിത്തമ്പുരാനെ. എന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഗോൾ എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിരുന്നു. അതെ അതെ, സത്യാവസ്ഥ ആരോട് ചോദിച്ചാ മനസ്സിലാക്കുക? കമലിന്റെ പടത്തിൽ ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അന്നൊക്കെ നല്ല ഡീസന്റ് ആയിട്ടുള്ള ആളായിരുന്നു. കളിയാക്കാതെ രാമോട്ടാ, ഞാൻ കാര്യായിട്ടാ. ചമ്മല് മാറണമെങ്കിൽ ആദ്യം അമിടി പറ്റണ്ടേ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. എന്താ അമിടി പറ്റണമെങ്കിൽ കുരുത്തക്കേട് ഉണ്ടായിരിക്കണ്ടേ? ആൾക്കാരോട് വെട്ടി തോന്നുന്നു എഴുന്നള്ളിക്കരുതേ, നാണക്കേട് എനിക്കാ. ഈ കുരുത്തം എന്തെങ്കിലും പരിപാടി ചെയ്ത് എല്ലാരും മുന്നിൽ നാറുമ്പോഴാണ് അവന്റെ ചമ്മല് മാറുക. മനസ്സിലായി? അതെങ്ങനെ മനസ്സിലായി? ആദ്യം പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ മണിയമ്പള രാജുവിന്റെ തന്നെ ഇപ്പൊ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർത്തത്. നല്ല പേടിച്ചുകൂടിയാ. അതിന് കുറെ പൊളിക്കും. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂല്ലേ? എനിക്ക് കള്ളനെ പേടിയാ. ആണോ? അപ്പൊ പ്രേതത്തെ പേടിയാ, ഇരുട്ട് പേടിയാ, വന്യമൃഗങ്ങളെ പേടി. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നു? അല്ല, 16 മണിക്ക് എനിക്ക് സ്ഥലം വരെ പോകാനെന്ന് പറഞ്ഞു. 16 മണിയോ എന്ന് വെച്ചാൽ 4 മണി റെയിൽവേ ടൈം. ഋഷേഷി എനിക്ക് തോന്നുന്നു ഷൈൻ എന്ന് പറയുമ്പോൾ ഒരു വളരെ വാത്സല്യത്തോടു കൂടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ ബന്ധത്തിൽ ഒരു പയ്യനാണെന്നേ പറയാവൂ. ആയിക്കോട്ടെ, എനിക്ക് ഒരു എതിർപ്പില്ല. ഞാൻ പറഞ്ഞു ഇയാളെ ദത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, അലൻസിയർ ഫ്രീ. എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഒരു ഒറ്റ ഇടിയ പറ്റുന്നുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. എനിക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.